അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മളെ സൂപ്പർ മാർക്കറ്റ്. നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഒരിക്കൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ട്. ഈ നല്ല വലിയ ഫ്രിഡ്ജ് തന്നെയാണ് മേടിച്ചത്. ഇനി നമുക്ക് പുതിയ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യണം. ഇപ്പം നമ്മളോട് ഒബ്ജക്റ്റീവിൽ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് എ ന്യൂ സെക്ഷൻ യൂസിങ് എ കമ്പ്യൂട്ടർ ആൻഡ് എക്സ്പാൻഡ് യുവർ സ്റ്റോർ എന്നാണ്. നമുക്ക് ഈ സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും. നമുക്ക് അതും എന്തായാലും ഒന്ന് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഫസ്റ്റ് തന്നെ എല്ലാം ഒന്ന് വാങ്ങാം. ഇപ്പം നമുക്ക് വാങ്ങിയിട്ട് കാണാം. ഓക്കെ ഇപ്പം നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് അട്ടിയായിട്ട്. ഫ്രിഡ്ജിലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ ദിവസം പോലെ ഓപ്പൺ ആക്കാം. ഇനി നമ്മളോട് സ്റ്റോർ എക്സ്പാൻഡ് ആക്കാനാണ് പറയുന്നത്. നമുക്കത് ഒരിക്കൽ നോക്കാം. സ്റ്റോർ എക്സ്പാൻഡ് ആക്കാൻ പൈസ ഇടാൻ മറന്നുപോയി. ഗൈസ്. പൈസ സെറ്റ് ചെയ്യണം. പ്രൈസിങ്ങില് ഒന്ന് പ്രൈസ് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ സ്ഥലത്തിന്റെ പൈസ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളോട് ഇനി പറയുന്ന ഇത് എക്സ്പാൻഡ് ചെയ്യാനാണ്. മാനേജ്മെന്റ് പോയിട്ട് അത് നോക്കാം. ഓക്കെ ഗൈസ് അതിന് $350 വേണ്ടത്. നമ്മളിപ്പോ അത്ര പൈസ ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ചേട്ടാ കുറെ സാധനങ്ങളിൽ വാങ്ങണം. നമ്മളെ സ്റ്റോറാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്റ്റോർ. ഓക്കെ നമുക്ക് $350 ആയിരുന്നാലും നമുക്ക് കട ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ ഇന്ന് രാത്രി ആയിട്ടുണ്ട്. ഓക്കെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഉണ്ടല്ലേ ഗൈസ്. ഓക്കെ ഞാൻ എന്തായാലും ന്യൂ ഏരിയ പർച്ചേസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ പർച്ചേസ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഇത് അപ്ഗ്രേഡ് ആയി. എവിടെയൊന്നും മാറ്റം വന്ന ഗൈസ്. ഗൈസ് ഇത് ഇപ്പൊ നമ്മളെ പൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെന്താ മാറ്റം വന്ന? ഗൈസ് ബാക്കിലോട്ട് നമ്മളെ സ്റ്റോർ ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് സാധനങ്ങൾ വെക്കാം. ഓക്കെ പേരെവിടെ ഇടാം? ഇങ്ങനെ വന്നിട്ട് മാറ്റാൻ പറ്റുമോ ഗൈസ്? അല്ല ഇതിന് മാറ്റാൻ പറ്റുമോ? കസ്റ്റമൈസേഷനിലായിരിക്കും. ഇനി $250 വേണം. ഓക്കെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും അൺലോക്ക് ആയിട്ടുണ്ടായില് അത് നമുക്ക് ഒരിക്കൽ നോക്കണം. ഇതെന്താണ്? നമുക്ക് ഇതിങ്ങനെ മാറ്റാൻ പറ്റും ഗൈസ്. നമ്മളിപ്പോ ഉള്ളത് ഇതാണ്. നമുക്ക് ഇത് തന്നെ മതി ഗൈസ്. ഓക്കെ ഞാൻ എന്തായാലും നമ്മളെ പേര് കൊടുക്കാൻ പോവാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റ് ആക്കിയിട്ട് ഡ്രീമിന്റെ DU ഗെയിമിങ്ങിന്റെ GU ആക്കാം ഗൈസ്. ഓക്കെ DG സൂപ്പർ മാർക്കറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം ഗൈസ്. ഏത് കളറാണ് ഗൈസ് വേണ്ടത്?
ബ്ലാക്ക് ആക്കിട്ടെ ഗൈസ്. ഓക്കെ, ബ്ലാക്ക് ആക്കാം. ടെക്സ്റ്റ് വൈറ്റ് തന്നെ ആക്കും. ടെക്സ്റ്റ് നമുക്ക് റെഡ് ആക്കാം ഗൈസ്. ഓക്കെ, ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൈസ പോയിട്ടുണ്ട്, അത് വിഷയമല്ല. നമ്മളോട് പെയിന്റ് വാങ്ങാൻ പറയുന്നുണ്ട്. പെയിന്റ് എവിടെ ഉള്ളതെന്ന് അറിയില്ല. കേസ് ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, DG സൂപ്പർ മാർക്കറ്റ്. വേണ്ടിക്ക് ഇനിയും പേര് മാറ്റാം കേസ്. നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങാൻ പറ്റും. ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ന്യൂ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ടിണ്ടാവും ഗൈസ്. ഇനി $800 കൊടുത്താൽ നമുക്ക് സ്റ്റോറേജ് അൺലോക്ക് ആവും. അതെന്തായാലും ഇപ്പൊ മാറ്റുന്നില്ല, ഇപ്പൊ ചെയ്യുന്നില്ല. പിന്നെ അടുത്ത സെക്ഷൻ നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട് $750. പിന്നെ അടുത്ത കാഷ്യർ ഒക്കെ 200 കസ്റ്റമറിന് ചെക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ലെവൽ 10 ആണ് ഗൈസ്, നമ്മളിപ്പോൾ ലെവൽ 6 ആണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ അടുത്തൊരു പാട്ടായിട്ട് കാണുന്നതായിരിക്കും. ബായ്.